ലാലേട്ടനിൽ നിന്ന് ഇവർ ഇത് തന്നെയാണോ പ്രതീക്ഷിക്കുന്നത്? അദ്ദേഹം എത്രയോ വലിയ ആർട്ടിസ്റ്റാണ്. ഇവരുടെ ഒരു മുൻവിധിയുണ്ട്. ലാലേട്ടൻ ഇതുപോലുള്ള ക്യാരക്ടേഴ്സാണ് ചെയ്യേണ്ടത്, മറ്റേത് പിന്നെ ഫാൻസിൻ്റെ സിനിമയല്ല, ഇത് ഫാൻസിൻ്റെ സിനിമയാണ്. അങ്ങനെ ഒരു സിനിമ ഉണ്ടോ ഇവിടെ? ആക്ച്വലി സത്യത്തിൽ ഈ ഫാൻസ് ഇതുപോലൊരു സിനിമ ഇറങ്ങുമ്പോൾ ഒരു ബാധ്യതയാണോ? നിങ്ങളെ ഞാൻ ആരാധിക്കുന്നു, നിങ്ങൾക്കൊരു ദ്രോഹം ഞാൻ ചെയ്യാൻ പാടില്ലല്ലോ. അയാൾക്കെതിരെയുള്ള ഒരു പരിപാടിയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് മോഹൻലാലിന് ഇപ്പോൾ പുതിയ പരീക്ഷണങ്ങളിലേക്ക് കടക്കണമെങ്കിൽ, അത്തരത്തിൽ സഞ്ചരിക്കണമെങ്കിൽ സഞ്ചരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അവിടെ ഉണ്ടായിരിക്കണമല്ലോ അല്ലേ? ലാലേട്ടന് ഇഷ്ടമുള്ള സിനിമകൾ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടണമല്ലോ. നമുക്കൊരു കലാസൃഷ്ടി മുമ്പിൽ വെക്കാനേ പറ്റുള്ളൂ. ഇത് അവർ പുതുക്കേണ്ട സാധനമാണ്. ക്ഷമയോടെ ആ സിനിമ കാണൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാസ് ഹീറോയിക് ആയിട്ടുള്ള മോഹൻലാലിൻ്റെ ഒരു എക്സ്പ്രഷൻ പ്രതീക്ഷിക്കുന്ന സമയത്ത് സിനിമ പോകുന്നത് വളരെ ഫിലോസഫിക്കലായ, പോയറ്റിക്കായ, തിയേറ്ററുള്ള, ലിറ്ററേച്ചറുള്ള അങ്ങനെ ഒരു പേസിലൂടെ സിനിമ പോകുന്നത്. ഡ്രാമ ഒഴിവാക്കിയിട്ട് ഒരു സിനിമ പിന്നെ ഒരു സിനിമയില്ലാന്ന് എനിക്ക്. ഫാൻറ്റസി എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക? നിങ്ങൾക്ക് യുക്തിപരമായിട്ട് മാത്രം, യുക്തിഭദ്രമായിട്ട് മാത്രം ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. ലാലേട്ടൻ നമുക്കൊരു എനർജി തരുന്ന ഒരാളാണ് ഭയങ്കരമായിട്ട്. അത് എത്ര തന്നെ നിങ്ങൾ അതിനെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചാലും ഈ സിനിമയ്ക്കൊരു മേൽവിലാസമുണ്ട്. ആ സിനിമ അതിലറിയപ്പെടും. ഏത് കാലത്തും ആ സിനിമ നിൽക്കും. ഇനി രണ്ടാം ഭാഗം എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ ആൾക്കാർക്ക് കണക്ട് ചെയ്യാത്ത സാധനങ്ങളും ഇപ്പോൾ കണക്ട് ചെയ്യാത്ത ഇമോഷൻസും ഒക്കെ അപ്പോൾ കണക്ട് ചെയ്യായിരിക്കും. സോളമനും ശോശന്യം എന്ന വരികൾ എഴുതിയ പുലിയാണോ ഇദ്ദേഹം എന്ന് പറഞ്ഞിട്ടുള്ള കമൻ്റ് അത് പലരും പറയാറുണ്ട്. നിങ്ങളാണ് ആമേൻ എഴുതിയതെന്നോ, നിങ്ങളാണ് സോളമനും ശോശനും എഴുതിയതെന്നോ ആർക്കും അറിയില്ല എന്നൊക്കെ പറയും. പുന്നാരക്കാട്ടിലെ പൂമരത്തിൽ കൊണ്ടുപോകാം, നിന്നെ കൊണ്ടുപോകാം, എന്തു തന്നാൽ എന്നെ കൊണ്ടുപോകും, കാക്കക്കറുമ്പ കള്ളക്കുറുമ്പ. നമസ്കാരം. മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമയെക്കുറിച്ചുള്ള ചർച്ചകളാണ് എല്ലായിടത്തും. എഴുത്തുകളും വീഡിയോകളും ഒക്കെയായി മലയാളികളുടെ പല തരത്തിലുള്ള, പല മാനങ്ങളിലുള്ള വാലിബൻ കാഴ്ചകൾ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. 3 തരത്തിലുള്ള കാര്യങ്ങളെ കേന്ദ്രീകരിച്ചാണ് വാലിബനെക്കുറിച്ചുള്ള ചർച്ചകൾ മുന്നേറുന്നത്. 1, മോഹൻലാൽ എന്ന നടൻ. 2, ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന സംവിധായകൻ. 3, ഈ സിനിമയുടെ രചനയാണ്. മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് PS റഫീഖാണ് നമുക്കൊപ്പമുള്ളത്. വെൽക്കം റഫീഖ്. മുഖവരിയില്ലാതെ തന്നെ ഒരു കാര്യം ഞാൻ പ്ലെയിൻ ആയിട്ട് ചോദിക്കാം. ഇപ്പോൾ ഈ കഴിഞ്ഞ ജനുവരി 25 പുലർച്ചെയാണ് മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമയുടെ ആദ്യ ഷോ നടക്കുന്നത്. ഈ ഫാൻ ഷോ കഴിഞ്ഞതിന് ശേഷമുള്ള മണിക്കൂറുകളിൽ ഈ സിനിമയെക്കുറിച്ച് നെഗറ്റീവായ റിവ്യൂകളാണ്, അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ്, നിരവധി പ്രതികരണങ്ങൾ പുറത്തു വന്നത്. എന്നാൽ പ്രത്യേകിച്ച് മോഹൻലാൽ ഫാൻസിൻ്റെ ഭാഗത്തു നിന്ന്. എന്നാൽ അത് കഴിഞ്ഞിട്ടുള്ള മണിക്കൂറുകളിൽ ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് പോലും മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമയെക്കുറിച്ചുള്ള കേരളത്തിലെ സംവാദം എന്ന് പറയുന്നത് അതിഗംഭീരമാണ്, ആഴത്തിലുള്ളതുമാണ്. എന്നാൽ ഈ ആദ്യ മണിക്കൂറുകളിൽ വന്ന വിമർശനങ്ങളിൽ മുന്നിൽ നിന്നുള്ള വിമർശനം എന്ന് പറയുന്നത് തിരക്കഥയെ ചൊല്ലിയുള്ളതായിരുന്നു. അപ്പോൾ അത് PS റഫീഖ് എന്ന് പറയുന്ന തിരക്കഥാകൃത്തിന് അത് ആശങ്ക ഉണ്ടാക്കിയിരുന്നു? ഇല്ല എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. ഈ തിരക്കഥ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ഇത് ലിജോയുടെ മുഴുവനായിട്ടും ലിജോയുടെ ഒരു ക്രാഫ്റ്റ് ആണ്, അതിലെനിക്ക് വിശ്വാസമുണ്ട്. പിന്നെ നമ്മളതിൻ്റെ കൂടെ നിന്ന് അതിനോട് ഭാഷ കൊടുത്തു എന്നതാണ് എൻ്റെ ഡ്യൂട്ടി. അപ്പോൾ ലിജോയുടെ ക്രാഫ്റ്റിൽ എല്ലാ കാലത്തും എനിക്ക് ഉറപ്പായിട്ടും വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അതിനൊരു ഇപ്പോൾ ആ സിനിമയുടെ ഒരു ഇവർ പറയുന്ന ഒരു സാധനം ഇമോഷണലി കണക്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ലാംഗ്വേജ്, ഇതൊക്കെയാണ് ഇവർ പറയുന്നത്. ആക്ച്വലി അതിൻ്റെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഡയലോഗ്സ് മാത്രമല്ലല്ലോ, ആ സിനിമയുടെ മൊത്തം ലാംഗ്വേജ് അല്ലേ അതിൻ്റെ ലാംഗ്വേജ്. പിന്നെ തിരക്കഥയിൽ ഇപ്പോൾ ഇമോഷൻ തിരക്കഥയിൽ തന്നെ അല്ലാതെ ഇമോഷണലി നമ്മൾ അതിനെ കണക്ട് ചെയ്യുന്നുണ്ട്, ആ സിനിമ കാണുമ്പോൾ കണക്ട് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ആഗോള സിനിമകളെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ഏത് ഭാഷയിലുള്ള സിനിമകൾ കണ്ടിട്ട് നമ്മൾ അതിൻ്റെ റിവ്യൂസ് എഴുതുമ്പോഴും മലയാളത്തിൽ ഇങ്ങനെ ഒരു അറ്റംപ്റ്റ്, ഇതുപോലൊരു സിനിമ എന്തുകൊണ്ടാണ് ആളുകൾ അംഗീകരിക്കാത്തത്? അല്ലെങ്കിൽ ഇപ്പോൾ പിന്നെ ചിലപ്പോൾ പറഞ്ഞേക്കാം ഇയാൾ നമ്മളെ സിനിമ കാണാൻ പഠിപ്പിക്കുകയെന്നൊക്കെ പറഞ്ഞേക്കാം ഇങ്ങനെ വന്നിരുന്നിട്ട്. അതായിരിക്കും ഈ സ്റ്റേറ്റ്മെൻറ്റിന് എതിരെയുള്ള ആദ്യത്തെ കമൻറ്റ്. അങ്ങനെയല്ല,
ഇപ്പോൾ ലോക സിനിമയെ അഭിമുഖീകരിക്കുന്ന ഒരു അവസ്ഥയിലാണ് മലയാള സിനിമയും ഉള്ളത്. ഏത് ലോകത്തെ സിനിമയും നമുക്കിവിടെ കാണാമല്ലോ, അതിനുള്ള പ്ലാറ്റ്ഫോമുകൾ ഇന്നുണ്ട്. നമ്മുടെ സിനിമയും പുറത്ത് ആളുകൾ കാണുന്നു. അത്തരത്തിൽ നമ്മുടെ മാർക്കറ്റും വളർന്നിട്ടുണ്ട്. അപ്പം ഇപ്പോഴും സിനിമയുടെ ഒരു രീതി, അതിൻ്റെ ക്രാഫ്റ്റ്, അതിൻ്റെ അച്ചടക്കം എന്നൊക്കെ പറഞ്ഞ് വിലപിക്കുന്ന ആളുകളോട് ആണ് എനിക്ക് പറയാനുള്ളത്. സത്യത്തിൽ ഈ സിനിമയുടെ ഒരു ടോട്ടൽ സംഗതി നിങ്ങൾ എടുത്തു നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. ക്ഷമയോടെ ആ സിനിമ കാണൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ പറഞ്ഞ ഒരു ചേഞ്ച് ഒബ്സർവ് ചെയ്തിരുന്നു. അതായത് ആദ്യ മണിക്കൂറിൽ വന്നൊരു പ്രതികരണങ്ങളിൽ നിന്ന് സഡൻ ആയിട്ടുള്ളൊരു ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണങ്ങൾ, ഒട്ടനവധി പ്രതികരണങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് ഒബ്സർവ് ചെയ്തിരുന്നു. അത് എങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക? അതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ അതിന് ആദ്യമേ പറഞ്ഞിരുന്നു. ഇത് സാധാരണ പോലത്തെ നിങ്ങൾ കണ്ടുവരുന്ന ഇപ്പോൾ അത്തരം സിനിമകളെ ഞാൻ ഒരിക്കലും കുറ്റം പറയുകയില്ല. അതൊക്കെ ഇൻഡസ്ട്രിക്ക് വലിയ ഗുണങ്ങൾ ഉണ്ടാക്കിയ സിനിമയാണ്. ലാലേട്ടൻ്റെ തന്നെ പുലിമുരുകനായാലും അദ്ദേഹത്തിൻ്റെ തന്നെ അത്തരം സിനിമകളായാലും മാസ് ഹീറോയിക് സിനിമകൾ എന്ന് പറയുന്നത് അത് ഇൻഡസ്ട്രിക്ക് ഗുണം ഉണ്ടാക്കിയിട്ടുണ്ട്. പലതരത്തിലുള്ള ഗുണം അത് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഉണ്ടാക്കിയിട്ടുള്ളൊരു നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ലാലേട്ടനിൽ നിന്ന് ഇവർ ഇത് തന്നെയാണോ പ്രതീക്ഷിക്കുന്നത്? അദ്ദേഹം എത്രയോ വലിയ ആർട്ടിസ്റ്റാണ്. അത് വേൾഡ് സിനിമയിൽ നിൽക്കാൻ പറ്റിയ ഒരു ആർട്ടിസ്റ്റ് അല്ലേ അദ്ദേഹം. അദ്ദേഹത്തിൽ നിന്ന് ഇത് മാത്രമാണോ ഇവർ പ്രതീക്ഷിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ മറ്റുള്ളത് പുറത്തെടുക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മറ്റൊരു രീതിയിൽ കാണാൻ ഒക്കെ നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? അങ്ങനെ ഒരു സിനിമയാണിത്. അത് അവരാണ് ആദ്യം ആലോചിക്കേണ്ടത്. അപ്പോൾ എനിക്ക് തോന്നിയൊരു കൗതുകം അത് തന്നെയായിരുന്നു ഈ സിനിമയ്ക്ക് ശേഷമുള്ള പ്രതികരണങ്ങളിൽ. അതായത് നമ്മൾ സാധാരണ മോഹൻലാലിൻ്റെ ഒരു സോ കോൾഡ് മാസ് ഹീറോയിക് സിനിമകൾ ഇറങ്ങുമ്പോൾ അത്തരം കൾട്ടിനോട് വിയോജിച്ച് നിൽക്കുന്ന ഒരു നമ്മുടെ സാംസ്കാരിക ധാരയിൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആയിട്ട് സിനിമകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ആളുകളൊക്കെ അതിനോട് വിയോജിക്കുമ്പോൾ മോഹൻലാൽ ഫാൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഇവരെ വന്ന് അറ്റാക്ക് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ ഈ സിനിമ ഇറങ്ങുമ്പോൾ ആദ്യത്തെ മണിക്കൂറുകൾക്ക് ഈ ഫാൻസ് പടം കണ്ട് ഇറങ്ങിയതിന് ശേഷം അവരിൽ ഒരു വിഭാഗം ഈ സിനിമയോട് നീരസം പ്രകടിപ്പിക്കുമ്പോൾ നമ്മുടെ ഈ പറയുന്ന ഒരു കൾച്ചറൽ സ്പേസിൽ ആഴത്തിൽ ചർച്ച ചെയ്യുന്നവർ എന്നൊക്കെ നമുക്ക് പറയാം, അത്തരം ഒരു സ്പേസ് ഇതിനെ ഹോൾഡ് ചെയ്യുന്നു. അതിൽ തന്നെ പലതരത്തിലുള്ള സംവാദങ്ങൾ, കുറച്ചും കൂടി ക്വാളിറ്റിയുള്ള സംവാദങ്ങൾ ഉടലെടുക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഈ ആളുകളിൽ വന്നൊരു മാറ്റമുണ്ടോ? ഇത് ഫാൻസിൽ തന്നെയും ഉള്ളൊരു മാറ്റം? കാഴ്ചശീലത്തെ പുതുക്കുക, ഒരാളുടെ ഈസ്തെറ്റിക് സെൻസിനെ പുതുക്കുക, അല്ലെങ്കിൽ മറ്റ് കാഴ്ചശീലങ്ങളെ പുതുക്കുക എന്നൊക്കെ പറയണത് നമുക്കൊരു കലാസൃഷ്ടി മുമ്പിൽ വയ്ക്കാനേ പറ്റുള്ളൂ. ഇത് അവർ പുതുക്കേണ്ട സാധനമാണ്. അങ്ങനെ പുതുക്കപ്പെട്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴും അങ്ങനൊരു ഓഡിയൻസ് ഇവിടെ ഉണ്ട്. ലാലേട്ടനായാലും ഇപ്പോൾ മമ്മൂക്കായാലും, മമ്മൂക്ക ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ, മമ്മൂക്ക ഈ ക്യാരക്ടർ ചെയ്താൽ ശരിയാവില്ല, അല്ലെങ്കിൽ ഇവരുടെ ഒരു മുൻവിധിയുണ്ട്. ലാലേട്ടൻ ഇതുപോലുള്ള ക്യാരക്ടേഴ്സാണ് ചെയ്യേണ്ടത്, മറ്റേത് പിന്നെ ഫാൻസിൻ്റെ സിനിമയല്ല, ഇത് ഫാൻസിൻ്റെ സിനിമയാണ്. അങ്ങനെ ഒരു സിനിമ ഉണ്ടോ ഇവിടെ? ആക്ച്വലി ആ മുൻവിധി ശരിക്കും ഭയങ്കര പ്രശ്നമല്ലേ? അതായത് നമ്മുടെ മോഹൻലാലിനും അല്ലെങ്കിൽ മമ്മൂട്ടിക്ക് തന്നെയുള്ള ഒരു ഈ താര ആരാധകരുണ്ടല്ലോ, അവരുടെ ചിലതരം ചിന്തകൾ, അവർ ഈ മോഹൻലാലിനെയൊക്കെ കൊണ്ട് പ്രതീക്ഷിച്ച് വെച്ചിരിക്കുന്ന ഒരു സ്പേസ് സത്യത്തിൽ ഈ ഫാൻസ് ഇതുപോലൊരു സിനിമ ഇറങ്ങുമ്പോൾ ഒരു ബാധ്യതയാണോ? നമുക്ക് അവരെ പൂർണ്ണമായിട്ട് തള്ളാനൊന്നും പറ്റില്ല. പക്ഷെ എനിക്കതിലുള്ളൊരു വിയോജിപ്പുള്ളത്, നിങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നു, നിങ്ങളെ ഞാൻ ആരാധിക്കുന്നു, നിങ്ങൾക്കൊരു ദ്രോഹം ഞാൻ ചെയ്യാൻ പാടില്ലല്ലോ. ഞാൻ കൂടുതലായിട്ടത് മനസ്സിലാക്കണമല്ലോ. അതാണ് മോഹൻലാൽ ഫാൻസ് എന്ന് പറഞ്ഞാൽ. നമ്മളവരെ കുറ്റം പറയുന്നൊന്നുമല്ല. അനേക ലക്ഷം ആൾക്കാരുണ്ട്, ചെറുപ്പക്കാരുണ്ട്. അവരെ നമ്മൾ എന്തിനാണ് കുറ്റം പറയുന്നത്? പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നം, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളോടുള്ള പിന്നെ എന്താണ്, അയാൾക്കെതിരെയുള്ള ഒരു പരിപാടിയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് മോഹൻലാലിന് ഇപ്പോൾ പുതിയ പരീക്ഷണങ്ങളിലേക്ക് കടക്കണമെങ്കിൽ, അത്തരത്തിൽ സഞ്ചരിക്കണമെങ്കിൽ സഞ്ചരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അവിടെ ഉണ്ടായിരിക്കണമല്ലോ അല്ലേ? തീർച്ചയായിട്ടും വേണം. ലാലേട്ടന് ഇഷ്ടമുള്ള സിനിമകൾ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടണമല്ലോ. എപ്പോഴെങ്കിലും മോഹൻലാൽ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ? പുള്ളിയെ സംബന്ധിച്ച് ഈ സിനിമ എങ്ങനെയായിരിക്കും പുറത്തിറങ്ങുമ്പോൾ ഇതിൻ്റെ ഒരു റിയാക്ഷൻ, പുള്ളി ഇപ്പോൾ ഇത്ര കാലം ചെയ്തു വെച്ച, അല്ലെങ്കിൽ അറിയാമല്ലോ നമുക്ക് സമീപകാലത്ത് ചില സിനിമകളിലൊക്കെ ആൾക്കുണ്ടായിട്ടുള്ള പരാജയങ്ങൾ അല്ലെങ്കിൽ സിനിമകളെ അത്തരത്തിൽ സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ഇതൊക്കെ ഒരു വസ്തുതയാണ്. അപ്പോൾ അത്തരം ഒരു ഘട്ടത്തിൽ ഇങ്ങനൊരു സിനിമ വരുമ്പോൾ അതിൻ്റെ ആരാധകരെ സംബന്ധിച്ച് മോഹൻലാൽ സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല, അദ്ദേഹത്തിന് അത്തരം ഒരു ആശങ്ക ഇല്ല എന്ന് തോന്നുന്നു. അദ്ദേഹം എപ്പോഴും ശ്രദ്ധിക്കുക അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറാണ്. പിന്നെ ലിജോയിൽ അദ്ദേഹത്തിന് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. നമ്മളിലൊക്കെ, നമ്മൾ വർക്ക് ചെയ്യുന്ന ആളുകളിലൊക്കെ പൂർണ്ണമായിട്ട് വിശ്വാസം പ്രകടിപ്പിച്ച് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം. എനിക്ക് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ആശങ്ക ഉണ്ടായതായിട്ട് തോന്നിയിട്ടില്ല.
പിന്നെ എല്ലാത്തിലും ഉപരി അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത് നമ്മളെല്ലാവരും പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇതിപ്പോൾ ജയപരാജയങ്ങൾക്കപ്പുറം അത് അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. മാർക്കറ്റിനൊരു രീതിയുണ്ടല്ലോ, ബോക്സ് ഓഫീസ് തകർക്കുക എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള പിന്നെ ഡയലോഗ്സും മാർക്കറ്റിനൊരു രീതിയുണ്ട്. അതിനെക്കുറിച്ചുള്ള ആശങ്കയിൽ ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. ജയപരാജയങ്ങൾക്കപ്പുറം ഈ സിനിമ അടയാളപ്പെടുത്തപ്പെടേണ്ട ഒരു സിനിമയായിരിക്കും, മലയാള സിനിമയെ അടയാളപ്പെടുത്തുന്ന ഒരു സിനിമ തന്നെയായിരിക്കും. ഇത് ചരിത്രത്തിൽ ഇടം പിടിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നമ്മളൊക്കെ അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. മലയാളത്തിൻ്റെ മോഹൻലാൽ അവതരിക്കുന്ന എന്ന് പറയുന്ന ഒരു ടാഗ് ലൈൻ, ഈ പ്രേക്ഷകർ ചില ഭയങ്കര എക്സ്പെക്റ്റേഷനോട് കൂടിയിട്ട് പോയിട്ടുള്ള പ്രേക്ഷകർ, ഞാൻ ഈ പറഞ്ഞ പോലെ മാസ് ഹീറോയിക് ആയിട്ടുള്ള മോഹൻലാലിൻ്റെ ഒരു എക്സ്പ്രഷൻ പ്രതീക്ഷിക്കുന്ന സമയത്ത് സിനിമ പോകുന്നത് വളരെ ഫിലോസഫിക്കലായ, പോയറ്റിക്കായ, തിയേറ്ററുള്ള, ലിറ്ററേച്ചറുള്ള അങ്ങനെ ഒരു പേസിലൂടെ സിനിമ പോകുന്നത്. അപ്പോൾ ഇങ്ങനൊരു ടാഗ് ലൈൻ വരും ചെയ്യുന്നു, മലയാളത്തിൻ്റെ മോഹൻലാൽ അവതരിക്കുന്ന. ആ ടാഗ് ലൈൻ നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾക്കൊരു ഉദ്ദേശം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഉദ്ദേശം മാസ സിനിമയാണ്, അല്ലെങ്കിൽ ആളുകളെ മുഴുവൻ ആകർഷിക്കണം, ഈ ടാഗ് ലൈൻ ആകർഷിക്കണം എന്നാണോ ഉദ്ദേശിക്കുക? അങ്ങനെയാണോ? അല്ല, അതെൻ്റെ ചോദ്യം. ആ നിങ്ങൾ ഉദ്ദേശം അതെന്താണെന്ന് പറയണം. അത് ഈ പറയുന്ന പോലെ കൺവേ ആയോ? തീർച്ചയായിട്ടും മലയാളത്തിൻ്റെ മോഹൻലാൽ എന്ന് പറയുന്നത് തന്നെ, ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ലാലേട്ടനായാലും മമ്മൂക്കയായാലും ഇവിടെ വളർന്നു വന്നിട്ടുള്ള ഏത് നല്ല നടന്മാരായാലും ക്യാരക്ടർ റോളുകൾ ചെയ്തിട്ടാണ് പലരും. ലാലേട്ടനായാലും MT സാറിൻ്റെയോ ലോഹിയേട്ടൻ്റെയോ ഒക്കെ പടത്തിൽ അഭിനയിച്ചും അത്തരം വേഷങ്ങൾ ചെയ്തും നമുക്കിപ്പോഴും മനസ്സിൽ നിൽക്കുന്ന വേഷങ്ങൾ ഏതാണ്? ലാലേട്ടൻ്റെ ആയാലും മമ്മൂക്കയുടെ ആയാലും നല്ല നല്ല ക്യാരക്ടർ റോളുകളല്ലേ. ആ ക്യാരക്ടർ റോളുകൾ ചെയ്ത് പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ച ആളുകളാണ് ഇവര്. അങ്ങനെയാണ് മലയാളത്തിന്റെ മോഹൻലാലാണ്. തീർച്ചയായിട്ടും അദ്ദേഹം മലയാളത്തിന്റെ മോഹൻലാലാണ്. പിന്നെ ഈ ക്യാരക്ടറിന്റെ ഒരു പ്രത്യേകത കൊണ്ട് നമ്മൾ അവതരിക്കുന്ന എന്ന് പറയുന്നു. ഈ ക്യാരക്ടർ അങ്ങനെ ഒരു ചിലപ്പോൾ ഒരു അവതാരം പോലെ നമുക്ക് തോന്നാവുന്ന കുറച്ചൊരു അതിമാനുഷികനായിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ സമീപകാലത്ത് തന്നെ നമ്മൾ കമ്പയർ ചെയ്ത് കേൾക്കുന്ന ഒരു ചർച്ചയാണ്. ഇപ്പോൾ മമ്മൂട്ടിയെ പോലുള്ള ഒരു അഭിനേതാവ് കൂടുതൽ പരീക്ഷണങ്ങൾക്ക് മുതിരുന്നു, അത്തരത്തിലുള്ള സിനിമകൾ തിരഞ്ഞെടുക്കുന്നു. എന്നാൽ മോഹൻലാൽ ഒരു കാലത്ത് അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോണിൽ നിന്നിട്ട് സ്ഥിരമായിട്ടുള്ള ഒരു ടീമിൻ്റെ കൂടെ മാത്രം സിനിമകൾ ചെയ്യുന്നു എന്ന് പറയുന്നൊരു ഇതുണ്ടായിരുന്നു, ഒരു വിമർശനവും അങ്ങനെ ഒരു ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംസാരം നിലനിൽക്കുന്ന ഒരു സമയത്താണ് ഇത്തരത്തിൽ മലയാളത്തിൽ തന്നെ ഏറ്റവും എക്സ്പെരിമെൻ്റലായ അപ്രോച്ചിൽ സിനിമകൾ എടുക്കുന്ന ഒരു സംവിധായകനും ഈ മോഹൻലാലും കൂടി ചേരുന്നു എന്ന് പറയുന്നൊരു വാർത്ത അങ്ങ് വരുന്നത്. അപ്പോൾ റഫീഖിൻ്റെയും മറ്റേ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ഒരു കോമ്പോനെ കുറിച്ച് നമുക്കറിയാം. അപ്പോൾ നായകനാണെങ്കിലും അല്ലെങ്കിൽ ലിജോയ്ക്ക് തന്നെയും ഒരു അഡ്രസ്സ് ഉണ്ടാക്കി കൊടുത്ത ആമേനാണെങ്കിലും ഒക്കെ നിങ്ങളുടെ കോംബോ വർക്കായിട്ടുണ്ട്. അപ്പോൾ ആ കോംബോയിലേക്ക് ശരിക്കും മോഹൻലാൽ വരുന്നത് എങ്ങനെയാണ്? ഈ മലൈക്കോട്ടെ വാലിബൻ വന്ന ഒരു വഴി എങ്ങനെയാണ്? ലിജോ ആയിട്ട് സംസാരിക്കുകയും, ഷിബു ബേബി ജോൺ, അതായത് ശിവചേട്ടനാണ്, അല്ലെങ്കിൽ സെഞ്ചുറി, ഇവരൊക്കെ കൂടിയാണ് ഈ പ്രൊജക്റ്റ് ഡിസൈൻ ചെയ്യുന്നത്. അതിലേക്ക് നേരത്തെ തുടങ്ങി ലിജോ ആയിട്ടും ലാലേട്ടൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു പടം ചെയ്യണം എന്നുള്ളത്. അതൊരു വലിയ പടം, ഒരു പാൻ ഇന്ത്യൻ മൂവി എന്നുള്ള അർത്ഥത്തിൽ ആ കോൺസെപ്റ്റിൽ വരുന്ന ഒരു സബ്ജക്റ്റ് പറയുമ്പോൾ ലാലേട്ടൻ അതിലേക്ക് എൻ്റർ ചെയ്യണത്. അങ്ങനെ ഒരു പടം ചെയ്യാം. പ്രത്യേകിച്ച് ഇപ്പോൾ ലിജോ പോലത്തെ ആളെ പരിപൂർണ്ണ വിശ്വാസമാണ്, അയാളുടെ കയ്യിൽ ഇത് ഭദ്രമാണെന്ന് ലാലേട്ടൻ അറിയാവുന്നതുകൊണ്ടാണ്. അപ്പോൾ ലാലേട്ടൻ്റെ ഒപ്പം ഒരു സിനിമ എന്നുള്ള ആലോചനയിൽ നിന്ന് അതിനുശേഷമാണോ റഫീഖിലേക്ക് എത്തുന്നത് ലിജോ? അല്ല, അതാണ് ആക്ച്വലി നമ്മൾ ഒരുമിച്ച് ഒരു സാധനം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇതല്ലാത്തൊരു പരിപാടി. ഇതിനകത്തോട്ട് പെട്ടെന്ന് ഇങ്ങനെ ഈ സബ്ജക്റ്റ് നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും, ലാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഡേറ്റ്സൊക്കെ പല തരത്തിലും പിന്നെ ക്ലാഷ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ലാലേട്ടൻ ഇത് ചെയ്യാം എന്ന് പറയുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ അങ്ങനെ തോന്നിയ ഒരു സമയത്തായിരിക്കും യെസ് പറഞ്ഞിട്ടുണ്ടാവുക. ഞാൻ അതിന് ശേഷമാണ് എൻ്റർ ചെയ്യുന്നത് ഈ പ്രൊജക്റ്റിലോട്ട്. ഞങ്ങൾ നിരന്തരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ശരിക്കും പ്ലാൻ ചെയ്ത ഒരു മൂഡ് ഇങ്ങനെ തന്നെയാണ്, ഈ ഒരു പേസ് ആണ്? ഉറപ്പായിട്ടും. ഇത് ഇങ്ങനെ ഒരു ട്രാവൽ മൂവി, ഒരു മല്ലൻ, അയാൾ പല സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുന്നു, പല കൾച്ചറിലൂടെ സഞ്ചരിക്കുന്നു എന്ന് തന്നെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇനി രണ്ടാം ഭാഗം എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ ആൾക്കാർക്ക് കണക്ട് ചെയ്യാത്ത സാധനങ്ങളും ഇപ്പോൾ കണക്ട് ചെയ്യാത്ത ഇമോഷൻസും ഒക്കെ അപ്പോൾ കണക്ട് ചെയ്യായിരിക്കും. അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട്. ലിജോ തന്നെ പറയുന്നുണ്ട്, ഒന്ന് ആലോചിക്കണം എന്ന് പറയുന്നുണ്ട് കഴിഞ്ഞ സംസാരിക്കുമ്പോൾ. സത്യത്തിൽ ആലോചിക്കണം. ഇതിന് 2 ഭാഗങ്ങളുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഇപ്പൊ തന്നെ എല്ലാം കൂടി പറയണോ? നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ.
ഇപ്പോൾ ഈ രണ്ടാം ഭാഗത്തെ കുറിച്ച് പറഞ്ഞല്ലോ, ലിജോ തന്നെയും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുമ്പോൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ശരിക്കും എങ്ങനെയാണ്, നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ ഇരുന്നോ, ആലോചനകൾ വന്നോ, എന്തെങ്കിലും തുടങ്ങിയിട്ടുണ്ടോ, എങ്ങനെ എന്തെങ്കിലും? അല്ല, നമ്മുടെ മനസ്സിലുണ്ട് അത് മുഴുവനായിട്ടും. ഇപ്പം ഇതൊരു സീരീസ് വേണമെങ്കിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇതിൻ്റെ വാലിബൻ ഇതൊരു സീരീസ് കൊണ്ടുവരാം. അപ്പോൾ എഴുതുമ്പോൾ തന്നെ അത്ര എഴുതി വെച്ചിട്ടുണ്ട്. അല്ല, എഴുതിയില്ലെങ്കിൽ പോലും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെയായിരിക്കണം, ഇതിൻ്റെ തുടക്കം എന്താണ്, എങ്ങനെ ഇത് അവസാനിക്കണം എന്നൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. അത് വന്നേക്കാം. ഈ സിനിമയുടെ സംഭാഷണങ്ങളൊക്കെ ഉൾപ്പെടെ ഈ പറയുന്ന ഫാൻസിൻ്റെ കൂട്ടത്തിൽ നിന്ന് തന്നെ അല്ലാതെയൊക്കെ വരുന്നൊരു അഭിപ്രായം നാടകീയമായി പോയി എന്ന് പറയുന്ന അഭിപ്രായങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആത്യന്തികമായി റഫീഖ് എന്ന് പറയുന്ന ആൾ കഥ എഴുതുന്ന ആളാണ്. നമുക്ക് ലിജോയുടെയും ഒരു എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള ഒരു മെത്തേഡ് അറിയാം. അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ അത്തരത്തിലുള്ളൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടോ അങ്ങനെ? അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ചത് ഇത്തരത്തിലുള്ള നാടകീയമായ അങ്ങനെ തിയേറ്ററും ലിറ്ററേച്ചറും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു സംഭാഷണം തന്നെ ആയിരുന്നോ? നാടകീയത ഉറപ്പായിട്ടും ഈ സിനിമയ്ക്ക് ഉണ്ടല്ലോ. വാലിബൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഉണ്ട്. അതൊരു റിയൽ പേസിൽ പോണ സിനിമയല്ലല്ലോ. നാടകീയത ഉണ്ട്, അതിന് ഡ്രാമയുണ്ട്. ആ ഡ്രാമ അതിൽ വന്നിട്ടുണ്ട്, അതിൻ്റെ ഡയലോഗ്സിലൊക്കെ ഉറപ്പായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് പൊതുവായിട്ട് ഡ്രാമയുള്ള ആൾക്കാർ തന്നെയാണ്. ഡ്രാമ ഒഴിവാക്കിയിട്ട് ആ ഒരു സിനിമ പിന്നെ ഒരു സിനിമയിലാണ് എനിക്ക് തോന്നുന്നത്. എല്ലാത്തിലും ഡ്രാമയുണ്ട്. പഴയ പോലെ ആയിരിക്കില്ല. ഇപ്പം ഇതിൽ വർക്ക് ചെയ്ത ഡ്രാമ ആയിരിക്കില്ല മഹേഷിൻ്റെ പ്രതികാരത്തിൽ വർക്ക് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ തൊട്ടപ്പൻ എന്ന് പറഞ്ഞ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ളൂ, ആമയിൽ വർക്ക് ചെയ്തിട്ടുള്ളൂ. ഡ്രാമ പലതരത്തിലാണ് വർക്ക് ചെയ്യുക. അപ്പോൾ ഡ്രാമയായിട്ടുള്ള ഞങ്ങളുടെ ബന്ധം വേറെയുണ്ട്. അദ്ദേഹം ഒരു വലിയ വലിയ ഡ്രാമ ആർട്ടിസ്റ്റിൻ്റെ മകനായിരുന്നു. ഞാൻ ചെറുപ്പം മുതൽ നാടകം കളിച്ചും എഴുതിയും വരുന്ന ഒരാളാണ്. ഇപ്പം നായകൻ എന്ന് പറഞ്ഞ സിനിമ തൊട്ട് ആ ഡ്രാമ നമ്മുടെ സിനിമയിലുണ്ട്. നായകനിലുണ്ട് ഒരു തിയേറ്റർ സ്വഭാവം ഉണ്ട് അതിന്. ആമയിലൊരു തിയേറ്റർ സ്വഭാവം ഉണ്ട് അതിന്. ഇതിലുണ്ട്. ഇതൊന്നും നമ്മൾ മനഃപൂർവ്വമായിട്ട് കൊണ്ടുവരുന്നതല്ല. അത് തോന്നുന്നു ലിജോയ്ക്കും റഫീഖിനും അത് പരസ്പരം നന്നായി ആ കോംബോ അത് വർക്ക് ആവുന്നുണ്ട് തോന്നുന്നു. നമുക്ക് രണ്ടുപേർക്കും പൊതുവായിട്ടുള്ളത് കൊണ്ടാണ്. അതെ. ഇപ്പോൾ ഈ പാത്ത് ബ്രേക്കിംഗ് ആയിട്ട് ഇപ്പോൾ മലയാളത്തിൽ ഇറങ്ങുന്ന പല സിനിമകളും റിയലിസ്റ്റിക് ആയ സിനിമകൾ പാത്ത് ബ്രേക്കിംഗ് ആയിട്ട് വന്നിട്ടുള്ളത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. നല്ല സിനിമകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, ഒരുപാട് നല്ല സിനിമകൾ വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഫാൻറ്റസി സിനിമകൾ കൂടി പാത്ത് ബ്രേക്കിംഗ് ആയി മാറുകയാണോ? അങ്ങനെ വേണോ ഇതിനെ നമ്മൾ മനസ്സിലാക്കാൻ? നമ്മൾ കഥയെ കാണുന്ന രീതി ഒരേപോലെ കാണേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ എത്രയോ ആരാധകരുണ്ട് മുത്തശ്ശി കഥകൾക്ക്. നമ്മുടെ ക്ലാസിക്സ് എടുത്ത് നോക്കാം, മഹാഭാരതം എടുത്ത് നോക്കാം. പക്ഷികളും മൃഗങ്ങളും സംസാരിക്കുന്നു, പിന്നെ പറക്കുന്ന ആളുകൾ, രാമായണം എടുത്ത് നോക്കുക. അങ്ങനെ ആ കഥകളൊക്കെ നമ്മൾ കേൾക്കുകയും അനുഭവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഫാൻറ്റസി എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക? നിങ്ങൾക്ക് യുക്തിപരമായിട്ട് മാത്രം, യുക്തിഭദ്രമായിട്ട് മാത്രം ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ എഴുതുമ്പോൾ ഈ ഫാൻറ്റസി അങ്ങനെ ആലോചിക്കുമ്പോൾ എഴുതുമ്പോഴൊക്കെ സമകാലികമായിട്ടുള്ള ഇപ്പോൾ റഫീഖ് തന്നെയും അങ്ങനെ ചില നിലപാടുകൾ സ്വീകരിക്കാനും രാഷ്ട്രീയം പറയാനും ഒന്നും പേടിക്കാത്ത ഒരാളാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. അപ്പോൾ അത് ചേരുമ്പോൾ എന്തെങ്കിലും പ്രശ്നം വരാറുണ്ട്? ഈ ഫാൻറ്റസിയിലേക്ക് നമ്മൾ ഈ സമകാലികമായ നമ്മുടെ ചിന്തകളും നമ്മുടെ ഒരു രാഷ്ട്രീയവും ഒക്കെ ചേരുമ്പോൾ സ്വാഭാവികം അത് ചേരുമല്ലോ. അത് എനിക്ക് വ്യക്തിപരമായിട്ട് അനുഭവപ്പെട്ടിട്ടില്ല. അല്ലാത്ത തരത്തിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മീശ എന്ന് പറഞ്ഞ നോവലിനെതിരെ ഉണ്ടായ വിവാദം, അതൊരു ഏതോ ഒരു കാലത്ത് നിന്നിട്ട് അപ്പർ കുട്ടനാടിൻ്റെ കഥ പറയുന്ന ഒരു നോവല്, അതിലൊരു കഥാപാത്രം പറയുന്ന ഡയലോഗ്സ് ഒക്കെ കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക അന്തരീക്ഷത്തിൽ വലിയ പ്രശ്നം ഉണ്ടാക്കി. എന്തിനാണ് അങ്ങനെ ഉണ്ടാവണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതൊരു കഥാപാത്രം പറയുന്നതാണ്, അത് എഴുത്തുകാരൻ പറയുന്നതല്ല. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ ഞാൻ അഭിമുഖീകരിച്ചിട്ടില്ല. ഒരിക്കൽ സദ്ദാമിൻ്റെ ബാർബർ എന്ന് പറഞ്ഞ കഥ എഴുതിയിട്ട് എനിക്കൊരു കോള് വന്നു, ഇങ്ങനെ എഴുതാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമുക്ക് നേരിട്ട് സംസാരിക്കാം, നേരിട്ട് വന്ന് ഫോണിലൂടെ നമുക്ക് സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ, നേരിട്ട് വരും എന്ന് പറഞ്ഞു. നേരിട്ട് വന്നോ? ഇല്ല, പിന്നെ വിളിച്ചിട്ടില്ല. ഭാവിയിൽ നമുക്ക് അങ്ങനെ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ ഇല്ലാതിരിക്കാം, അറിയില്ല എനിക്ക് അതിനെക്കുറിച്ച്. അങ്ങനെ പേടി തോന്നിയിട്ടില്ല നിലപാടുകൾ പറയുന്നതിനും? ഉറപ്പായിട്ടില്ല, പേടിയില്ല. ഈ മോഹൻലാലുമായിട്ടുള്ള ഒരു അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു? അദ്ദേഹം ഈ കോൺസെപ്റ്റിനെ മനസ്സിലാക്കിയ രീതി, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ചിത്രീകരണം, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ലാലേട്ടൻ, ഞാൻ ഒന്ന് രണ്ടുപേരോട് ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞതാണിത്. ലാലേട്ടൻ നമുക്കൊരു എനർജി തരുന്ന ഒരാളാണ് ഭയങ്കരമായിട്ട്. അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിനും വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവണ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. പക്ഷേ ഷൂട്ടിലൊക്കെ വളരെ കൃത്യത പാലിക്കുന്ന ആളും ഭയങ്കര പ്രൊഫഷണലും, ഒരേപോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ മൈൻഡ് ചെയ്യുന്ന ആളും, ചുമ്മാ ഒന്ന് തൊളികായിട്ട് സംസാരിക്കുന്ന, നമ്മളെ ഭയങ്കര ചേർത്ത് നിർത്തുന്ന ഒരാളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ
ഒരു കലാകാരൻ എന്നുള്ള നിലക്ക് അദ്ദേഹം എത്രയോ ഉയരത്തിൽ നിൽക്കുന്ന ഒരാളാണ്. എന്നാൽ പോലും അത്തരം പ്രശ്നങ്ങളൊന്നും അദ്ദേഹത്തിന് ബാധിക്കാറില്ല. സെറ്റിൽ അങ്ങനെയൊന്നും ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. വർക്ക് നമുക്ക് സുഗമമായിട്ട് നടക്കണം. അതിൻ്റെ എല്ലാ പ്രൊഫഷണൽ രീതികളും അദ്ദേഹത്തിന് അറിയാം. ഇങ്ങനെ ലിജോ ജോസ് പെല്ലിശ്ശേരി മോഹൻലാൽ കൂട്ടുകെട്ട്, മോഹൻലാലിനെ ആ പദം എത്രത്തോളം ശരിയാണോ എന്ന് എനിക്കറിയില്ല, ഒരു തിരിച്ചു വരാൻ റഫീഖ് തന്നെ അതിനെ എതിർത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു സമയത്ത് ഒരു എഴുത്തുകാരനും ഒരു സംവിധായകനും ഒക്കെ അതിൻ്റെ സമ്മർദ്ദം ഉണ്ടാവില്ലേ? ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ? ഉറപ്പായിട്ടും നമ്മളൊരു കലാസൃഷ്ടി ചെയ്യുമ്പോൾ ആർക്കായാലും സമ്മർദ്ദം ഉണ്ടാവും. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സമ്മർദ്ദം അതേപോലെ എനിക്ക് പകർന്നു തരും. എനിക്കും സമ്മർദ്ദം ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. ഈ പ്രൊജക്റ്റ് എങ്ങനെ വരും, നമ്മൾ ഇതിൻ്റെ ഡിസൈൻ നമ്മൾ വിചാരിക്കുന്ന പോലെ ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ, അതിൻ്റെ പ്രതിസന്ധികൾ എന്തൊക്കെയായിരിക്കും, എത്ര സാമ്പത്തികം വരും, ഓരോ ദിവസവും സംഘർഷമായിരിക്കും. വിചാരിച്ച പോലെ അങ്ങനെ ഷൂട്ട് ചെയ്ത് തീർക്കാൻ പറ്റുമോ? ഉറപ്പായിട്ടും അത് നമ്മൾ ബുദ്ധിമുട്ടി തന്നെ. ഇപ്പോൾ കഴിഞ്ഞ ഇൻ്റർവ്യൂവിലൊക്കെ പലരോടും ഞാൻ പറഞ്ഞതാണ്. അതായത് കൊടും തണുപ്പിൽ നമ്മൾ ലാൻഡ് ചെയ്തിട്ട് ആ കൊടും തണുപ്പിൽ ഷൂട്ട് ചെയ്ത് ഒരു ഘട്ടം എത്തുമ്പോൾ ഒരു 100 ദിവസം കഴിയുമ്പോൾ നമ്മൾ ചെന്നൈയിലോട്ട് കൊടും ചൂടിലോട്ടാണ് വരുന്നത്. ബ്രേക്ക് ഇല്ല ഇടയിൽ. ബ്രേക്ക് കുറച്ച് ഒരു ഷെഡ്യൂൾ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം ബ്രേക്ക് ഉണ്ടായിരുന്നു, അല്ലാതെ നിന്നിട്ടില്ല. 100 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാജസ്ഥാനിൽ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെന്നൈയിലോട്ട് പോകുന്നത്. ചെറിയ ബ്രേക്ക് എടുത്തിട്ട് ചെന്നൈയിലോട്ട് പോകണം. അങ്ങനെ നന്നായി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റി ഉദ്ദേശിച്ച പോലെ? ഉറപ്പായിട്ടും. ഇതിൻ്റെ ഒരു പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്തിരിക്കുന്ന ആൾക്കാരൊക്കെ അത്രയും സ്ട്രോങ് ആണ്. ഷിബു ബേബി ജോൺ എന്ന് പറഞ്ഞ കക്ഷി ആയാലും, സെഞ്ചുറി കൊച്ചുമോൻ ആയാലും, മാക്സ് ലാബ് അനൂപ് ആയാലും ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഈ പ്രൊഡക്ഷന് വേണ്ടി നമ്മളെ വിശ്വസിച്ച് നിന്ന ആൾക്കാരാണ്. ലിജോ ജോസ് പെല്ലിശ്ശേരി അല്ലെങ്കിൽ നമ്മളെയൊക്കെ വിശ്വസിച്ച് നിന്ന ആളുകളാണ്. അവർ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഇറങ്ങി കഴിഞ്ഞിട്ടുള്ള പ്രതികരണങ്ങൾ കാണുമ്പോൾ അതെങ്ങനെ പ്രതീക്ഷിച്ച പോലെ? ഉറപ്പായിട്ടും ഞാൻ ഈ സിനിമയെക്കുറിച്ച് എൻ്റെ ഒരു കമൻറ്റിൽ തന്നെയാണ് ഞാൻ ഉറച്ചു നിൽക്കുന്നത്. അത് എത്ര തന്നെ നിങ്ങൾ അതിനെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചാലും ഈ സിനിമയ്ക്കൊരു മേൽവിലാസമുണ്ട്. ആ സിനിമ അതിലറിയപ്പെടും. ഏത് കാലത്തും ആ സിനിമ നിൽക്കും. ഒരു നല്ല കഥ എഴുതിയാലും അങ്ങനെ തന്നെയാണ്. നമ്മൾ എത്രയോ കാലങ്ങൾക്ക് ശേഷം ആൻറ്റൺ ചെക്കോവിൻ്റെ കഥയെക്കുറിച്ച് സംസാരിക്കുന്നു. 100 കൊല്ലത്തിന് മുമ്പ് അദ്ദേഹം എഴുതിയ ചെറുകഥയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു. എഡ്ഗർ അലൻ പോയിൻ്റെ കഥകളെക്കുറിച്ച് സംസാരിക്കുന്നു. ഡാഫഡിൽസിനെ കുറിച്ച് സംസാരിക്കുന്നു. നല്ല കലാസൃഷ്ടികൾ എല്ലാ കാലത്തും നിൽക്കും എന്നുള്ളതാണ്. സിനിമയായാലും അങ്ങനെ തന്നെയാണ്. തീർച്ചയായും അതും വ്യത്യസ്തമായ ഒരു കലാസൃഷ്ടി കൂടിയാവുമ്പോൾ ഉറപ്പായിട്ടും. പപ്പേട്ടൻ്റെ പത്മനാഭൻ സാറിൻ്റെ സിനിമകളൊക്കെ തന്നെ ഇറങ്ങിയ കാലത്ത് ഓടിയിട്ടില്ല. ഇപ്പോൾ പപ്പേട്ടൻ്റെ ഒരു ചെറുകഥ വായിച്ചിട്ടില്ലാത്ത കാലങ്ങളോളം അത് ആളുകൾ ഇപ്പോഴും ചർച്ച ചെയ്യുന്നു. ഒരു ചെറുകഥ പോലും അദ്ദേഹത്തിന് വായിച്ചിട്ടില്ലാത്ത ആളുകൾ വരെയും എന്താണ് പപ്പേട്ടൻ്റെ സിനിമയെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുന്നു. ഓരോ സീൻ ബൈ സീനായിട്ടൊക്കെ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു കളറ്, ഇപ്പോൾ ഒരു കോട്ടയിലെത്തുമ്പോൾ ആ റെഡിനെ ഉപയോഗിച്ചത്, അപ്പുറത്തെത്തുമ്പോൾ ആ യെല്ലോ, അങ്ങനെ കളറിനെ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ ചില ജാപ്പനീസ് സീരീസുകളുടെ ഒരു അഡാപ്റ്റേഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്, ചില 80കളിലെ തമിഴ് സിനിമകളുടെ ഒക്കെ അങ്ങനെയൊക്കെ ചർച്ച വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ചതും അത്തരത്തിൽ തന്നെയായിരുന്നു, പലതരത്തിലും മിക്സ്. കൗബോയ് സിനിമകളുടെ ഒരു മാതൃകയായിട്ട് മലയാളത്തിൽ ഇതുവരെ വന്നിട്ടില്ലാത്തൊരു മാതൃക സൃഷ്ടിക്കണം. ഞാനത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഒരു വിൻറ്റേജ് ബ്യൂട്ടിയൊക്കെ തിരികെ കൊണ്ടുവരാവുന്ന അങ്ങനെയാണ് അതിൻ്റെ നമ്മൾ കൺസെപ്റ്റ് ആലോചിക്കുമ്പോൾ തന്നെ അങ്ങനെയാണ് ചിന്തിച്ചിട്ടുള്ളത്. ആ യാത്ര ഓരോ വില്ലേജിലെത്തുമ്പോഴും അതിൻ്റെതായ ഒരു കളർ പാറ്റേൺ. ഇപ്പോൾ വേനലാണെങ്കിൽ വേനലിലെ സൗണ്ടിങ് വേറെ ആയിരിക്കും. വസന്തകാലമാണെങ്കിൽ അതിൻ്റെ ഒരു കളറിങ്ങും പിന്നെ പൂക്കളും അതിൻ്റെ ഒരു ലൈറ്റിങ്ങും ഒക്കെ വേറെ ആയിരിക്കും. അങ്ങനെ മഴക്കാലത്ത് വേറെ ആയിരിക്കും. ഇങ്ങനെ ഓരോ കാലങ്ങളിലൂടെ സഞ്ചരിക്കണം. അത് എഴുതുമ്പോൾ തന്നെ ഇപ്പോൾ നമുക്കറിയാലോ ഇതിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമാറ്റോഗ്രാഫിനെ കുറിച്ച് സംസാരിക്കുകയുണ്ടല്ലോ. അപ്പോൾ എഴുതുമ്പോൾ തന്നെ റഫീഖിൻ്റെ മനസ്സിൽ തന്നെ അത്തരത്തിലുള്ള ഫ്രെയിമുകളും ഇപ്പോൾ രാജസ്ഥാനിൽ ഉൾപ്പെടെയുള്ള അത്തരത്തിലുള്ള ആ പ്രദേശങ്ങളൊക്കെ നന്നായിട്ട് ഉൾപ്പെടുത്താനുള്ള അത്തരം ആലോചനകൾ റഫീഖിന് തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ ഒരുമിച്ച് കൂട്ടായിട്ട് ചിന്തിക്കുകയല്ലേ. പിന്നെ നമ്മൾ സെർച്ച് ചെയ്യണ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും കേരളമല്ല, ഡ്രൈ ലാൻഡാണ് നമ്മൾ സെർച്ച് ചെയ്യണത്. ആ സമയത്ത് ഇവിടെ നമ്മുടെ സ്ഥലത്തും സൗത്ത് ഇന്ത്യയിലൊക്കെ ഗ്രീനറി ആയിരിക്കും നമ്മൾ ഷൂട്ട് ചെയ്യണ സമയത്ത്. അതില്ലാത്തൊരു സ്ഥലം കണ്ടുപിടിക്കുന്നതാണ് രാജസ്ഥാൻ. വളരെ ഡ്രൈ ആയിട്ടുള്ളൊരു ലാൻഡിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. പൊടിക്കാറ്റും ഒക്കെ ആയിട്ട് നിങ്ങൾ ചക്കാട്ടുന്ന കഴുതയും, അതും കൂടുതലും മനോഹരമായിട്ടുള്ള വൈഡ് ഫ്രെയിമുകൾ, അതിൻ്റെ വലിപ്പമാണ്. നമ്മളീ പറയുന്ന സാധനത്തിനുള്ളൊരു വലിപ്പം, ആ വലിപ്പം ഫീൽ ചെയ്യിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അത് കോൺസെപ്റ്റുമായിട്ട് അത് അടുത്ത് നിൽക്കുന്നു. ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണ് കൺസീവ് ചെയ്തത്.
നന്നായിട്ട് എഴുതുന്ന പാട്ടുകൾ തന്നെ നന്നായിട്ട് പാടുന്നുമുണ്ട്, നല്ല രസമായിട്ട്. അപ്പോൾ ഈ സിനിമയിൽ തന്നെ പാട്ടുകൾ എഴുതിയിട്ടുള്ളതും റഫീഖാണ്. അപ്പോൾ ഒരു പാട്ടൊന്ന് മൂളാമോ? ഇതിന്റെ ഇനിഷ്യൽ കമ്പോസിഷൻ ഞാൻ തന്നെ ചെയ്തത്. അത് ശരിയാ, മറ്റേ ആ പുന്നാരക്കാട്ടില് അതൊന്ന് പാടാം രണ്ടുപേരും. പുന്നാരക്കാട്ടിലെ പൂമരത്തിൽ കൊണ്ടുപോകാം നിന്നെ കൊണ്ടുപോകാം, എന്തു തന്നാൽ എന്നെ കൊണ്ടുപോകും, കാക്കക്കറുമ്പ കള്ളക്കുറുമ്പ, പട്ടുടുപ്പിച്ചു ഞാൻ കൊണ്ടുപോകാം, പൊന്നും വളയിട്ട് കൊണ്ടുപോകാം, പന്തയം വച്ചൊരു മുത്തം തന്നാ കൊണ്ടുപോകാം നിന്നെ കൊണ്ടുപോകാം, മുത്തമെന്നുള്ളിൻ്റെ ഉള്ളിൽ നിന്നും മുത്തെടുക്കും പോൽ പുറത്തെടുക്കൂ. ഇപ്പോൾ റഫീഖിൻ്റെ തന്നെ ഒരു ഇൻ്റർവ്യൂ ഞാൻ യൂട്യൂബിലെടുത്ത് കാണുമ്പോഴേ അതിൻ്റെ താഴെ കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെയായിരുന്നു, അതായത് ആമേനിൽ സോളമനും ശോശന്യം എന്ന വരികൾ എഴുതിയ പുലിയാണോ ഇദ്ദേഹം എന്ന് പറഞ്ഞിട്ടുള്ള കമൻറ്റാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കൗതുകം, ആമേൻ എന്ന് പറയുന്ന സിനിമ ഒരു സമയത്ത് വലിയ ചർച്ചയായ സിനിമ, ആ പാട്ട് അതിൻ്റെ ഒരു മൂഡിനെ കുറിച്ചൊക്കെ ഇപ്പോഴും ആളുകൾ സംസാരിക്കുന്നുണ്ട്. പക്ഷേ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ട് സമ്മാനിച്ച അത് എഴുതിയിട്ടുള്ള ഒരാൾ അത്തരത്തിൽ രജിസ്റ്റർ ചെയ്യാതെ പോയിട്ടുണ്ടോ? ഞാനത് ചോദിക്കാൻ കാരണം ഈ മലൈക്കോട്ടെ വാലിബനുമായി ബന്ധപ്പെട്ടാണ് ചിലപ്പോൾ പലയിടത്തേക്കും റഫീഖ് എന്ന പേര് എത്തിയിട്ടുള്ളത്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഞാനങ്ങനെ ഒരു ഇടിച്ചു കയറ്റത്തിൻ്റെ ഒരാളല്ല, കുറച്ചങ്ങനെ മാറി നിൽക്കുകയൊക്കെ ചെയ്യുന്ന, എൻ്റെ ഒരു പ്രൈവസി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ നമ്മൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. പലരും പറയാറുണ്ട്, നിങ്ങളാണ് ആമേൻ എഴുതിയതെന്നോ നിങ്ങളാണ് സോളമന് ശോശനെ എഴുതിയതെന്നോ ആർക്കും അറിയില്ല എന്നൊക്കെ പറയാറുണ്ടല്ലേ? ഒരുപാട് പേര് പറയാറുണ്ട്. നമുക്ക് മനസ്സിലൊരു വിഷമമൊക്കെ തോന്നും, പക്ഷെ എന്നാൽ പോലും അല്ല, അങ്ങനെയല്ല, അല്ലാത്തവർക്കും അറിയാം, പിന്നെ അറിയുന്നവരറിയട്ടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് എൻ്റെ പലരും. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് നേരെ എന്നോട് പറഞ്ഞത്, നിങ്ങൾക്ക് നിങ്ങളെ മാർക്കറ്റ് ചെയ്യാൻ അറിയില്ല. എങ്ങനെയാണ് ഞാൻ എൻ്റെ മാർക്കറ്റ് ചെയ്യേണ്ടത്? അല്ല, എനിക്ക് തോന്നുന്നു അതിലൊരു കാര്യമുണ്ടോ? കാരണം ഇപ്പോൾ മലയാളികളുടെ ഒരു രീതി വെച്ച് ഒരു പാട്ടിറങ്ങുമ്പോൾ അത് ആരാണ് എഴുതിയതെന്നും അല്ലേ? റഫീഖ് എന്ന് പറയുമ്പോൾ മലയാളികൾ മൊത്തത്തിൽ റഫീഖ് അഹമ്മദ് എന്നാണ് വിചാരിക്കുന്നത്. ഒരിക്കലും പ്രമുഖ സംവിധായകൻ വരെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ പാട്ട് നിങ്ങളാണ് എഴുതിയതെന്ന് എനിക്കറിയില്ല, ഞാൻ റഫീഖ് എന്ന് കേട്ടപ്പോൾ റഫീഖ് അഹമ്മദ് ആണെന്നാണ് വിചാരിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ കുറ്റമല്ല, നമ്മുടെയും കുറ്റമല്ല. ഒരേപോലത്തെ പേര് കേൾക്കുമ്പോൾ ആൾക്കാരുടെ തലയിൽ രജിസ്റ്റർ ആയ റഫീഖ് എന്ന് കേൾക്കുമ്പോൾ ഒരു അഹമ്മദ് അവർ കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ കൂടുതൽ ആളുകൾ അങ്ങനെ മലൈക്കോട്ടെ വാലിബന്റെ കൂടെ അറിയുന്നു എന്നുള്ളത് ഫീൽ ചെയ്തോ? അല്ലാതെ തന്നെ ഇപ്പൊ എനിക്ക് തൊട്ടപ്പൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് സംസ്ഥാന അവാർഡ് കിട്ടിയിരുന്നു തിരക്കഥയ്ക്ക്. എന്നെ അറിയില്ല എന്നുള്ളൊരു ഫീലിംഗ് എനിക്കില്ല. കൂടുതൽ അറിയുന്നില്ല എന്ന് ചിലപ്പോൾ നമുക്ക് മനസ്സിലുണ്ടാവും. അറിയുന്നില്ല എന്ന് വെറുതെയാണ്. അപ്പൊ നമ്മൾ എവിടെ ചെന്നാൽ ആൾക്കാർ തിരിച്ചറിയുന്ന ഒരു അവസ്ഥയൊക്കെ എപ്പോഴും ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളതിന്റെ ഫ്രണ്ടിലോട്ട് അങ്ങ് ഇടിച്ചു കയറി മാർക്കറ്റ് ചെയ്യാനുള്ളൊരു ഇല്ല, അങ്ങനെ പരിപാടി ഇല്ല. അതാണ്, അങ്ങനെ ഒരുപാട് പേരുണ്ടല്ലോ ഇപ്പൊ അങ്ങനെ പുറത്തു വരാത്ത ആൾക്കാരും കുറെ ഉണ്ട്. ഇപ്പോൾ രണ്ടാം ഭാഗത്തെ പറഞ്ഞു നിർത്തി സിനിമ അവസാനിക്കുന്നു, അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ തന്നെയും തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് പല ആളുകളും. എന്തായിരിക്കും ഇനി രണ്ടാം ഭാഗം എന്നുള്ളത്? എന്താ പറയാനുള്ളത്? എന്തായിരിക്കും? പല്ലിശ്ശേരി എന്ന് പറയുന്ന ആള്, പല്ലിശ്ശേരി സത്യത്തിൽ ഒരു വലിയാശ്ശേരിയാണ്. പല്ലിശ്ശേരി അയാളുടെ മനസ്സിലാണ് ആ സിനിമ ഉള്ളത്. അത് സംഭവിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് അദ്ദേഹം പറയും, നമുക്ക് എന്ത് തരത്തിലുള്ള ട്രീറ്റ്മെന്റ് വേണം, എങ്ങനെ എടുക്കണം എന്നൊക്കെ അദ്ദേഹം പറയും. ഈ ദിവസങ്ങളിൽ ലിജോ സംസാരിച്ചിട്ടുണ്ടോ രണ്ടാം ഭാഗത്തെ കുറിച്ച് റഫീഖുമായിട്ട്? ഇല്ല, സംസാരിച്ചിട്ടില്ല. നമുക്ക് രണ്ടു കൂട്ടർക്കും സമയം കിട്ടിയിട്ടില്ല ഇരിക്കാനും, ഇത്രയും ബഹളം നടക്കല്ലേ. അതെ, എന്തായാലും സംഭവിക്കും. അപ്പോൾ എന്തായാലും PS റഫീഖിന് ഇനിയും ഒരുപാട് എഴുതാൻ കഴിയട്ടെ, എഴുതുന്ന വലിയ സിനിമകളായി മാറട്ടെ, ഇതുപോലെ തന്നെ ഇതൊക്കെ ആ സിനിമകളൊക്കെ വലിയ ചർച്ചകളായി മാറട്ടെ.
താങ്ക് യു.